ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകളുടെ വാട്ടർ ചേഞ്ച് ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് അവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. തൊട്ട് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഈ കാണുന്ന 6 ടബുകളിലായിട്ടാണ് നമ്മൾ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളെയും ആൽബിനോ കാറ്റ് ഫിഷുകളെയും ഇട്ടിട്ടുള്ളത്. ഇതിൽ 4 ടബുകളിലായിട്ട് കിടക്കുന്നത് നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളാണ്. 2 ടബുകളിലായിട്ട് മാത്രമാണ് നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകൾ കിടക്കുന്നത്. നമ്മുടെ കയ്യിൽ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും ടോട്ടൽ 6 എണ്ണം വീതമാണ് ഉണ്ടായിരുന്നത്. സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ കഴിഞ്ഞ വർഷം സമ്മറിൽ ഒരെണ്ണം ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ 5 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തന്നെ ആൽബിനോ കാറ്റ് ഫിഷുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 6 എണ്ണം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമ്മറിൽ, അതായത് 2 ആഴ്ച മുമ്പ് നമുക്ക് 2 എണ്ണത്തിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 എണ്ണമാണ് ആൽബിനോ കാറ്റ് ഫിഷുകൾ ഉള്ളത്. അപ്പോൾ ഈ ആൽബിനോ കാറ്റ് ഫിഷുകൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു അപ്ഡേറ്റ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇവരുടെ അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നില്ല എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പുതിയ ടാങ്കിലേക്ക് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവസാനമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നമ്മൾ ഇവരുടെ അപ്ഡേറ്റ് വീഡിയോ ചെയ്യില്ല. ഇനി നമ്മൾ ഇവരെ പുതിയ ടാങ്കിലേക്ക് മാറ്റുന്ന വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഇവരെ ഒരുമിച്ചായിരിക്കും ഇടുന്നത്. ആൽബിനോ കാറ്റ് ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഒരു ടാങ്കിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ വർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മഴ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജൂൺ മാസത്തിൽ മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മെയ് മാസത്തിൽ തന്നെ ആ ഒരു ടാങ്കിൻ്റെ പണി ഫിനിഷ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന 2 ടബുകളിലായിട്ടാണ് നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകൾ കിടക്കുന്നത്. ഈ കാണുന്ന ടബിൽ 3 എണ്ണം കിടക്കുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന ടബിൽ 1 എണ്ണം കിടക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന ടബിലാണ്. ഇതിലല്ല, നേരത്തെ കാണിച്ച ടബിൽ. അതിനകത്താണ് സിംഗിളായിട്ട് ഒരെണ്ണം കിടക്കുന്നത്. ഇതിനകത്ത് സിംഗിളായിട്ട് ഒറ്റ പീസാണ് കിടക്കുന്നത്. 2 എണ്ണം ഡെഡായി പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഈ ടബിൽ നിന്നാണ്, ഒരെണ്ണം നേരത്തെ കാണിച്ച ആ മറ്റേ ടബിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് കിടന്നിരുന്നത് അത്യാവശ്യം വലിയ സൈസാണ്. 2 വലിയ സൈസിനെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിയ 2 ആൽബിനോ കാറ്റ് ഫിഷുകളായിരുന്നു. ഏറ്റവും വലിയ സൈസും അവർ 2 പേര് തന്നെയായിരുന്നു. എന്നിട്ട് ഈ ടബിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അത് ചെറിയ സൈസാണ് കിടക്കുന്നത്. അതിനകത്ത് നമ്മൾ 4 എണ്ണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഡെഡായി പോയി. ഇപ്പോൾ അതിനകത്ത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരെണ്ണത്തിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് ഇട്ടിരിക്കുകയായിരുന്നു 2 എണ്ണത്തിനെയും. എന്നിട്ട് ഒരു ദിവസം ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ വാലിലെ ഒരു ഡാമേജ് ഞാൻ കണ്ടു. എന്തോ കടി കിട്ടിയ പോലെ ഒരു ഡാമേജാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കതിനെ സേവ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ വേറെ ടബുകളും കാര്യങ്ങളൊന്നും സ്പെയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഇടാനായിട്ട് തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വാലിൽ മുറിവുണ്ടായിരുന്ന ആ ഒരു പീസ് ചത്തുപോവാണ് ചെയ്തത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാലിൽ ആ ഒരു ഡാമേജ് വരാൻ കാരണം ഒരു വലിയ സൈസ് ആയതുകൊണ്ട്, ഈ സ്പേസ് ചെറുതായതുകൊണ്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രഷൻ ഉണ്ടായി കാണും. ആ എഗ്രഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ മുറിവ് വന്നത്. പിന്നെ ആ മുറിവ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഡെത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തൊട്ട് മുമ്പ് വാട്ടർ ചേഞ്ച് ചെയ്ത സ്പോട്ടഡ് കാറ്റ് ഫിഷുകളിൽ ഒരെണ്ണമാണ് ഈ ടബിൽ കിടക്കുന്നത്. ഇതിനെ ഞാൻ ഡിസ്പ്ലേ ചെയ്ത സമയത്ത് ഇതിൻ്റെ തലയിൽ 2 മുഴയുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വാട്ടർ ചേഞ്ചിലൊന്നും ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ആ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്താണ് തലയിൽ 2 മുഴ ഞാൻ കണ്ടത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. നിങ്ങൾ ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നല്ല രീതിയിൽ ബൾജ് ചെയ്തിരിക്കുന്ന മുഴയാണ്. ഇന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തലയിൽ ആ ഒരു മുഴകളൊന്നും കാണാനില്ല. അപ്പോൾ അതൊരു അസുഖം കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് അത് സംഭവിച്ചതെന്നുള്ളത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അതായത് നമ്മൾ ഈ ഒരു ടബിനകത്തേക്ക് വെള്ളം വലിച്ചു കളയാനായിട്ട് നമ്മൾ സൈഫൺ ഇടാറുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും. സൈഫൺ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം ഹൈറ്റ് കൂടുതൽ ഉള്ള ഏരിയയിൽ നിന്നാണ് നിങ്ങൾ ഈ സൈഫൺ താഴേക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ സക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹോസിൻ്റെ എൻ്റെ ഒരിക്കലും മീനുകളുടെ മേത്ത് തട്ടാനായിട്ട് പാടില്ല. അങ്ങനെ തട്ടിയിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു മുഴ അതിൻ്റെ തലയിൽ വന്നതെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ച് നേരത്തേക്ക് ഞാൻ ഈ ഒരു ഹോസ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഇത് ആ ഹോസിൻ്റെ അടുത്തേക്ക് വരിക എന്തോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഹോസിൻ്റെ അറ്റം ഇതിൻ്റെ തലഭാഗത്ത് അങ്ങനെ ആ ഒരു സെക്ഷനിൽ പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സെക്ഷനിൽ പെട്ട അതിൻ്റെ തലഭാഗത്താണ് ഈ മുഴ വന്നിട്ടുള്ളത്. ഇന്നലെ നടന്ന സംഭവം ആയതുകൊണ്ട് ഇന്നായപ്പോഴേക്കും അത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. മുഴ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സൈഫൺ നമ്മൾ വെള്ളം വലിച്ചു കളയാനായിട്ട് ടബിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ ലെവൽ ഗ്രൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ സെക്ഷൻ വളരെ എന്താ പറയുക, ലൈറ്റ് ആയിരിക്കും. അതായത് നമുക്ക് കൈ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ മുമ്പ് ജയൻറ്റ് ഗൗരാമികളുടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈവൻ താഴേക്ക് ഇപ്പോൾ കിടക്കുന്നത് സൺഷെയ്ഡിലാണ്. ഈ ഒരു സൈഫൺ കിടക്കുന്നത് സൺഷെയ്ഡിലാണ്. അത്ര സെക്ഷൻ ഫോഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ ജയൻറ്റ് ഗൗരാമികളുടെ ആ ഒരു ബക്കറ്റിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെറസിൻ്റെ താഴേക്ക് ഭൂമിയിലേക്കാണ് ഇടുന്നത്. ഭയങ്കര ഹൈറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൈ വെക്കാറുണ്ട് ഈ ഒരു ഹോസിൻ്റെ ഫ്രണ്ടിൽ ജയൻറ്റ് ഗൗരാമികളുടെ ബക്കറ്റിൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. എങ്ങാനും ഈ ഒരു സംഭവം അവരുടെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ നല്ല ശക്തിയിലായിരിക്കും ഫോഴ്സ് വരുന്നത്. ജയൻറ്റ് ഗൗരാമികളൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ, അതിൻ്റെ ചെതുമ്പലും കാര്യങ്ങളൊക്കെ ഡാമേജായി ബ്ലീഡിങ് വരാനൊക്കെ സാധ്യതയുണ്ട്.
ഇവർക്കും അതിനേക്കാൾ വലിയ ഡാമേജാണ് വരാൻ സാധ്യതയുള്ളത്. കാരണം ഇവർക്ക് ചെതുമ്പലുകളില്ല. ഈ കാറ്റ് ഫിഷുകൾക്ക് ചെതുമ്പലുകളില്ല. പെട്ടെന്ന് അവരുടെ ആ ഒരു ഫ്ലഷ് ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡാമേജ് വരും. അങ്ങനെ ഒരു സംഭവമാണ് ഈ സ്പോട്ടഡ് കാറ്റ് ഫിഷിന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ആ ഒരു മുഴ വന്നിട്ടുണ്ടായിരുന്നതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് അസുഖങ്ങളും കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു ഹോസിൻ്റെ അകത്തേക്ക് അതിൻ്റെ തലഭാഗം പോയി പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ സൈഫണൊക്കെ ഇടുന്ന സമയത്ത് മീനുകളുടെ ശരീരത്തിൽ തട്ടാതെ നോക്കുക, നല്ല ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടബിൽ കിടക്കുന്ന നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈസ് ആൽബിനോ കാറ്റ് ഫിഷ്. നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ആൽബിനോ കാറ്റ് ഫിഷ് തന്നെയാണ് നമ്മുടെ കയ്യിൽ വലിയ സൈസ്. ഇത് ഒരു 10 ഇഞ്ചൊക്കെ കാണും. ക്യാമറയിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ സൈസ് ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് അറിയാനായിട്ട് പറ്റില്ല. ചെറിയതുപോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ഏകദേശം 10 ഇഞ്ചോളം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. കളറും കാര്യങ്ങളെല്ലാം ഇത് ആൽബിനോ ആണ്. വൈറ്റ് ബോഡി, റെഡ് ഐ ആണ്. ഐയൊക്കെ നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് പെല്ലറ്റ് ഫുഡാണ്. ഇവർ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. പിന്നെ ഇത് സിംഗിൾ പീസായിട്ട് ഈ ടബിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതിനില്ല. പിന്നെ ഒരുമിച്ച് കിടക്കുമ്പോഴാണ് ഇവർക്ക് ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതിനേക്കാൾ വലിയ സ്പേസിലൊക്കെ ഇട്ട് നമ്മൾ വലിയ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടും. ഈ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഫാസ്റ്റാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് കൊടുത്താൽ ഇവർ നല്ല രീതിയിൽ വളർന്ന് വലുതാവും. പെല്ലറ്റ് ഫുഡ് കൊടുക്കാം, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പെല്ലറ്റ് ഫുഡ് കൊടുക്കാം. അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഫുഡുകളും കൊടുക്കാം. ലൈവ് ഫുഡ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ വേംസ് ആണെന്നുണ്ടെങ്കിലും, മണ്ണിരകൾ, അതുപോലെ ചിക്കൻ്റെ പീസുകൾ, പിന്നെ മറ്റ് ചെമ്മീൻ കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവർ നല്ല രീതിയിൽ കഴിക്കും. പിന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മീനും കൂടിയാണ്. അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സൈസ് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അറിയാവുന്നവരോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കാരണം ഏകദേശം 2 ഫീറ്റ് വരെയൊക്കെ ആവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സൈസ് എനിക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഏകദേശം 2 ഫീറ്റ് ആവുമെന്നുള്ളത്. കാരണം നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്നൊന്നും ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഇല്ല ഇത് മാക്സിമം എത്ര സൈസ് വയ്ക്കുന്നുള്ള കാര്യം. എന്തായാലും ഈ മീനുകളെ നമ്മൾ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഗ്രോത്ത് എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. ഈ ടബുകളിൽ നമ്മൾ ഏറ്റവും ചെറിയ സൈസിനെയാണ് കൊണ്ടിട്ടിട്ടുള്ളത്. ചെറിയ സൈസിൽ നിന്ന് ഒരു 6 ഇഞ്ച് വരെയൊക്കെ ഇവർ പെട്ടെന്ന് വലുതാവും. നമ്മൾ എണ്ണം കുറച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്. മിനിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ടബിൽ ഒറ്റ പീസ് വെച്ചാണ്. നിങ്ങളൊരു ഹോബിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്ഥലമൊക്കെ കുറവാണ്, ഇതുപോലെ ടബിലൊക്കെ വളർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ടബിൽ ഒരു സിംഗിൾ പീസിനെ ഇട്ടാൽ മതി. അത് പറഞ്ഞ സമയം കൊണ്ട് തന്നെ വലുതാവും. അതായത് ഒരു 4 മാസം 3-4 മാസങ്ങൾ കൊണ്ടൊക്കെ 6 ഇഞ്ച് സൈസിലേക്കൊക്കെ എത്തും. അവിടുന്ന് പിന്നെ കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം അത് അത്യാവശ്യം സൈസ് ആയല്ലോ ഈ ഒരു ടബിനകത്ത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് പതുക്കെ പതുക്കെ ആയിരിക്കും ഗ്രോത്ത് വയ്ക്കുന്നത്. ഈ ഒരു സൈസിലേക്കൊക്കെ ആവും. പക്ഷേ ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിരിക്കും വലിയ ടാങ്കിൽ വളർത്തുമ്പോൾ. വലിയ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുമ്പോഴും ആ ഒരു ടാങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അത്രയും എണ്ണത്തിന് മാത്രമേ നമ്മൾ ഇടാവൂ. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതിന് സൈസ് കൂടുതലും ചിലതിന് സൈസ് കുറവും അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ വലിയ സൈസിന് ഒരേ സൈസിനുള്ളത് വേറെ ടാങ്കിലേക്കും ചെറിയ സൈസിനെടുത്ത് വേറെ സെപ്പറേറ്റ് ടാങ്കിലേക്കൊക്കെ മാറ്റിയിടേണ്ട അവസ്ഥ വരും. പിന്നെ ഈ ആൽബിനോ കാറ്റ് ഫിഷുകളെ നമുക്ക് സെപ്പറേറ്റ് മാറ്റിയിടാനായിട്ട് സ്പെയർ ടബുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ ചെറിയ രീതിയിൽ അഗ്രഷൻ കാണിച്ചപ്പോൾ അവരെ നമ്മൾ സെപ്പറേറ്റ് ടബുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടൊക്കെ ഇട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവരെ മാറ്റിയിടാനായിട്ട് വേറെ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടബിൽ നമ്മൾ 4 എണ്ണത്തിനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരുമിച്ച്. അതിനൊരെണ്ണമാണ് ചത്തു പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി 3 എണ്ണം അതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ ആ 3 എണ്ണത്തിൽ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതിനും പല സൈസാണ്. അത് ഞാൻ നമ്മളിത് കഴിഞ്ഞ് ആ ഒരു ടബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം. പിന്നെ ഇവരുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനൊന്നുമല്ല. ഇതൊരു പെയറിന് എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്കൊക്കെ ഒരു പെയറിന് കിട്ടും, ചെറിയ സൈസ്. പിന്നെ ആ ചെറിയ സൈസിൽ തന്നെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ചെറിയ റേറ്റ് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. പെയറിന് ചിലപ്പോൾ 120-150 ആയെന്ന് വരും. വാങ്ങി വളർത്തിയാൽ നഷ്ടം വരാത്തൊരു മീനാണ്. പെട്ടെന്ന് ചത്തു പോകുന്നൊരു മീനല്ല. വെള്ളം കുറച്ചൊക്കെ മോശമായാലും അഡ്ജസ്റ്റ് ആയി പോകുന്നൊരു മീനാണ്. പിന്നെ എയറേഷൻ വേണമെന്ന് നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും നമ്മൾ എയറേഷൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, വെള്ളം നല്ല കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മൾ ആ ഒരു മീനിനെ തിരിച്ച് ഇതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ കണ്ടെയ്നറോട് കൂടി വെള്ളവും കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് തിരിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ടബിലെ വാട്ടർ ചേഞ്ച് ചെയ്യാം. മറ്റേത് നമ്മൾ നെറ്റൊക്കെ കെട്ടി കുറച്ച് വെള്ളത്തിൽ നമ്മൾ ആ ഒരു മീനിനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അവസാനം വെള്ളം ടോപ്പ് ചെയ്ത് ഫുള്ളാക്കി കൊടുക്കും. ഇതിനകത്ത് ടോട്ടൽ 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണമാണ് ചത്തുപോയിട്ടുണ്ടായിരുന്നത്. ബാക്കി 3 എണ്ണം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ഡെഡായി പോകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ചൂടാണ്. പക്ഷേ ചൂടാണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അതാണ് കാരണമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കാറ്റ് ഫിഷിൻ്റെ ശരീരത്തിൽ മറ്റേതിൽ കണ്ട പോലെ തന്നെ ഒരു മുറിവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വയറുഭാഗത്താണ് കണ്ടത്. മറ്റേതിന് വാലുമ്മലാണ് ഞാൻ കണ്ടത്. ഇതിന് ഞാൻ കണ്ടത് ഇതിൻ്റെ വയറുഭാഗത്താണ്. അത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് 4 എണ്ണം കിടക്കുന്നത് കൊണ്ട് ഇത് ഈ മീനിൻ്റെ ശരീരത്തിൽ മുള്ളുണ്ട്. അതായത് ഇതിൻ്റെ ചെകിളയുടെ സൈഡിലുള്ള ചിറകിൽ മുള്ളുണ്ട്, സ്പൈനുകളുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്ന സമയത്ത് ഇതിൻ്റെ വയറ്റിൽ കുത്തി കയറിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു 2 മുറിവ് ഞാൻ അതിൻ്റെ വയറ്റിൽ കണ്ടിരുന്നു. അപ്പോൾ അതാണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചത്തുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ പീസുകൾ ഇതേപോലെ ചെറിയ സ്പേസിൽ ഇടുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ സ്പേസ് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, നമുക്കിപ്പോൾ ഔട്ട്ഡോർ പുതിയ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഡിലേ വന്നു, അതുകൊണ്ടാണ്. പിന്നെ ടബ്ബുകൾ നമ്മുടെ കയ്യിൽ സ്പെയർ ഉണ്ടായിരുന്നില്ല. സ്പെയർ ഉണ്ടായേനെ, പക്ഷേ നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾക്ക് വേണ്ടിയിട്ട് 1-2 ടബ്ബുകൾ അധികം യൂസ് ചെയ്തു. അവർ അഗ്രസീവായി കഴിഞ്ഞപ്പോൾ അവരെ സിംഗിളായിട്ട് ഇടാനായിട്ട്. അങ്ങനെ ഇവർക്ക് നമുക്ക് ജസ്റ്റ് 2 ടബ്ബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരെണ്ണത്തിൽ 4 എണ്ണത്തിനെ നമുക്ക് ഇടേണ്ടി വന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് കിടക്കുന്നത് പല സൈസാണ്. ഗ്രോത്ത് ചിലതിനൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരെണ്ണം നിങ്ങൾക്ക് കാണാം, ഈ കാണുന്നത് ഇത്തിരി വലിയ സൈസാണ്. അത് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 2 എണ്ണം കാണുന്നത് ഏകദേശം ഒരേ സൈസാണ്. ഇവരൊക്കെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സിംഗിൾ ടബ്ബുകളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും. നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു വലിയ സൈസിൻ്റെ ഗ്രോത്ത് തന്നെ സിംഗിൾ ടബ്ബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. ഇവരെ ഒരുമിച്ചിടുമ്പോഴാണ് ഈ ഒരു ഗ്രോത്തിൻ്റെ പ്രശ്നം വരുന്നത്. പലതും പല സൈസിലേക്ക് വരുന്നത്. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലത് കൂടുതൽ കഴിക്കും, ചിലത് കുറച്ച് കഴിക്കും. അങ്ങനെയാണ് ഈ ഒരു ഗ്രോത്ത് പല സൈസിലേക്ക് വരുന്നത്. പിന്നെ ഈ ക്യാറ്റ് ഫിഷുകൾ ഇതുപോലെ ഡെഡായ പോലെയൊക്കെ കിടക്കും കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി, അവർ പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് വരും. അതുപോലെ തന്നെ ടബ്ബിൽ കിടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ചെരിഞ്ഞും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെയൊക്കെ കാണാം. അത് കാണുമ്പോൾ ചിലർ വിചാരിക്കാറുണ്ട് ഇതെന്തെങ്കിലും പ്രോബ്ലം അല്ല, അവരങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. അവരിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവും. പിന്നെ ഈ മീൻ ബിഗിനേഴ്സിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ കെയർ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ ഇവർ നന്നായിട്ട് കഴിക്കും, പെല്ലറ്റും കഴിക്കും, നോൺ വെജ് ഫുഡുകളൊക്കെ കഴിക്കും. അതുകൊണ്ട് കെയർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറച്ച് മോശമായാലൊന്നും പ്രശ്നമില്ല. എയറേഷൻ മസ്റ്റ് അല്ല, വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെള്ളം വല്ലാതെ അസിഡിക് ആയി കഴിഞ്ഞാൽ അത് ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ചെതുമ്പലുകൾ ഇല്ലാത്ത മീനുകളാണ്. ഇവർക്ക് കണ്ടില്ലേ, സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പക്ക ഫ്ലഷാണ്. അപ്പോൾ ആ വെള്ളം വല്ലാതെ അസിഡിക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ഫ്ലഷിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തടിച്ച് മുഴുത്ത് വരുന്ന മീനുകളാണ്. അവർ നീന്തി നടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പിന്നെ ആൽബിനോ ആയതുകൊണ്ട് വൈറ്റ് ബോഡിയാണ്, റെഡ് ഐ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പോണ്ട് പോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആൽബിനോകൾ ഇട്ടാലും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ ഇട്ടാലും നല്ല ഭംഗിയാണ്. ഇനി മിക്സഡ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്പേസ് ആണ്. അതായത് ടാങ്കിൻ്റെ സ്പേസിനനുസരിച്ച് മാത്രം ക്വാണ്ടിറ്റി വാങ്ങിയിടുക. പിന്നെ ഇവർക്ക് അത്ര സ്യൂട്ടബിൾ അല്ലാത്തൊരു സീസൺ എന്ന് പറയുന്നത് ഈ ഒരു സീസണാണ്. അതായത് സമ്മർ സീസണാണ്. ചൂടുകാലമാണ് ഇവർക്ക് അത്ര പറ്റാത്തത്. എന്തെങ്കിലും ഡെഡായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടുതലും സംഭവിക്കുന്നത് ഈ ഒരു സമ്മർ സീസണിലാണ്. മഴക്കാലത്ത് ഒരു കുഴപ്പമില്ല, അടിപൊളി ക്ലൈമറ്റാണ് അവർക്ക്. പിന്നെ നമ്മൾ അഗ്രഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ 2 സ്പീഷീസിനെ നമ്മൾ വളർത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. ആൽബിനോകളാണ് കുറച്ച് അഗ്രഷൻ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ചിട്ട് വളർത്തുമ്പോൾ ഒന്നും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസ് ചെയ്യുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതേസമയം നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ചെറിയ രീതിയിൽ ചേസിങ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് മറ്റൊന്നിൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നമ്മുടെ ടബ്ബിൽ നിന്ന് പുറത്തേക്ക് ചാടി. അങ്ങനെയാണ് നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെ സെപ്പറേറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് പല ടബ്ബുകളിലായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.